എന്താ നമ്മുടെ വീട് കാണാൻ പോകാൻ കേട്ടോ. വെള്ളപ്പൊക്കമൊക്കെ വന്ന് എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇന്നലെ നമ്മൾ കണ്ട വീട് കുറേയും കൂടി വെള്ളം കയറി. അതിവിടെ ആൾക്കാരൊക്കെ തോണിയാൻ പോകുന്നുണ്ട്. വെള്ളം കയറി. എന്നാൽ ആ വീടിനുള്ളിൽ കയറിയിട്ടില്ല. അതിൻ്റെ അടിഭാഗത്താണ് വെള്ളം കയറിയേക്കുന്നത്. ഈ വീട്ടിലും വെള്ളം കയറി, പക്ഷെ അടിഭാഗത്താണ്. എന്താ നമ്മുടെ വഴി? നമ്മുടെ വഴിയിലോട്ടപ്പോൾ ഒട്ടും കയറിയില്ലല്ലേ? അവിടെ ആ അറ്റം കയറി, ഈ അറ്റം കയറി, പക്ഷെ നടുഭാഗത്ത് കയറിയിട്ടില്ല. ശരി. മഴ നിന്നോണ്ട് മഴ നിന്നു. ഇന്നലെ മഴ കുറഞ്ഞില്ലേ? ഇന്നലെ തീരെ കുറവാണ്. മഴ കുറഞ്ഞു. ഇന്നിപ്പോ ഒട്ടും മഴയില്ല, നല്ല വെയിലാണ്. അതുകൊണ്ട് മറ്റേ റിവറിലെ ലെവല് കൂടിയില്ല, റൈസ് ചെയ്തിട്ടും സ്റ്റേഡിയായിട്ട് നിൽക്കുകയാണ്. അത് താന്നിട്ടില്ല, അതാ പ്രശ്നം. അത് ഇന്നും കൂടെ നിന്ന് പെയ്താൽ, അല്ലെങ്കിൽ ഇന്നലെയും കൂടെ നല്ലോണം പെയ്താൽ ഉറപ്പായിട്ടും ഇവിടെ എല്ലാം വന്നേനെ. ഇപ്പം അത് സിഡ്നി ഏരിയയിലോട്ട് പോയി. ആ മഴ ചെയ്തെല്ലാം സിഡ്നി. രാവിലെ ന്യൂസ് കാണിച്ചത് സിഡ്നി ഏരിയയിലോട്ടാണ് പോയേക്കണം. പരാമറ്റ എന്ന് പറഞ്ഞ ഏരിയയൊക്കെ ഉണ്ട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇവിടെയൊക്കെ വെള്ളമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് അപ്പുറ സൈഡ് റോഡിലും ആ മൂലയ്ക്ക് വെള്ളം. അവിടെയൊക്കെ എമർജൻസി സർവീസ് സ്റ്റാഫൊക്കെ ഉണ്ട്. അതാ വലിയ ബോട്ടൊക്കെ പോകുന്നു. ബോട്ടാണ് കപ്പൽ, പക്ഷേ ഇതാണ് തോണി പോലത്തെ. ആൾക്കാരെ കൊണ്ട് ഇവരിങ്ങനെ രക്ഷാപ്രവർത്തകരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വീട് കാണണ്ടേ. നമ്മുടെ വീടിന് ഒരു പ്രശ്നമില്ല, വെള്ളമൊന്നും കയറിയിട്ടില്ല, ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ ഉണ്ട് കേട്ടോ. ദൈവം അനുഗ്രഹിച്ച് ഒരു കുഴപ്പമില്ലാതെ അതുപോലെ നിൽപ്പുണ്ട്. അതെന്താണെന്നറിയാമോ? ഇവിടം വരെ വണ്ടി പോകുള്ളൂ. എന്നിട്ട് ഇവിടുന്ന് ആൾക്കാരെ തോണിയെ കയറ്റി അപ്പുറത്തോട്ട് കൊണ്ടുപോവാണ്. കാരണം ഇവിടെയൊക്കെ നന്നായിട്ട് വെള്ളമുണ്ട് ഈ റോഡിൽ.